Hello, Namaskaram. I am Harsha and welcome back to our channel Lifestyle Beats with Harsha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു ഓഫീസ് മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ശരിക്കും പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഓഫീസിൽ പോകുമ്പോൾ എങ്ങനെ റെഡി ആവണം, അവർ ചെയ്യുന്നത് ഓവറായി പോവോ അല്ലെങ്കിൽ ചെയ്യുന്നത് കുറവായി പോവോ. അപ്പോൾ അങ്ങനത്തെ ഡൗട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര ഈസി, സിമ്പിൾ ആണ് ആൻഡ് ഒരുപാട് ടൈം കൺസ്യൂമിങ്ങും അല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ട് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ഈ ലുക്ക് തുടങ്ങുന്നതിന് മുന്നേ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ആൻഡ് പ്രൈം ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് സൺസ്ക്രീൻ ആണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്, അപ്പം നമുക്ക് വെയിലടിക്കും, നമ്മുടെ സ്കിൻ ഡാമേജ് ആവും, ടാൻ ആവും. അപ്പോൾ അതിന് എന്തായാലും നിങ്ങളൊരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമ്മളൊരു ഓഫീസ് ലുക്കാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇടാം, അല്ലെങ്കിൽ ഒരു CC ക്രീമോ BB ക്രീമോ ഇടാം. അപ്പോൾ ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റേക്ക് വർക്കിയുടെ CC ക്രീമാണ് കേട്ടോ. ഇതിലെൻ്റെ ഷെയ്ഡ് 01 പഗ് ആണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എടുത്തിട്ട് കുറച്ചൊന്ന് എൻ്റെ ബ്രഷിലോട്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. ബ്രഷിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓഫീസിലൊക്കെ പോകുമ്പം നമ്മുടെ ഫേസ് നല്ലൊരു പ്ലെസന്റ് ആയിരിക്കണം. ചിലപ്പം നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങാൻ താമസിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാരണം നമുക്ക് ക്ഷീണം അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ കുറച്ചൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല പ്ലെസന്റ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അവിടുത്തെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് കൺസീലർ എടുക്കണം. കൺസീലർ ഞാനിവിടെ മേബ്ലിൻ ഫിറ്റ് മീയുടെ കൺസീലറാണ് എടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് കുറച്ച് മാത്രം കേട്ടോ, കണ്ണിൻ്റെ സൈഡിൽ, കണ്ണിൻ്റെ താഴെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. വേറെ എങ്ങും അപ്ലൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ജസ്റ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൗഡർ വേണം. അപ്പോൾ പൗഡറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോമ്പാക്റ്റ് എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂസ് പൗഡർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കളർ ബാറിൻ്റെ ലൂസ് പൗഡറാണ് എടുത്തേക്കുന്നത്. അത് കുറച്ച് ജസ്റ്റ് ഈ ബ്രഷ് വെച്ചിട്ട് എടുത്തിട്ട്, അധികമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ താഴെയായിട്ട് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്യണം. ഐബ്രോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഐബ്രോ പെൻസിൽ എടുക്കുക, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത്. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാജലിടാം. കാജൽ ജസ്റ്റ് ഒന്ന് വാട്ടർ ലൈനിൽ മാത്രം എഴുതുക ആദ്യമേ. കാജൽ എഴുതി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഒരു ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ഇനി ജസ്റ്റ് ഒരു മസ്കാര ഇടണം.
നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കാജൽ അത് ജസ്റ്റ് ഒന്ന് സ്മജ് ഔട്ട് ചെയ്തു ആൻഡ് ഒരു മസ്കാര, അത്ര മാത്രം മതി. കാരണം ഓഫീസ് ആകുമ്പോൾ നമ്മൾ സിമ്പിൾ ആൻഡ് എലിഗൻറ്റ് ആയിരിക്കണം, അല്ലാണ്ട് കുറേ ഐഷാഡോ ഒക്കെ വാരിക്കോരി തേച്ച് അല്ലെങ്കിൽ കുറേ തിക്കായിട്ട് ലൈനറൊക്കെ ഇട്ട് അതൊക്കെ ഭയങ്കര ബോറായി പോകും. ഐദർ നിങ്ങളൊരു കാജൽ ഇടുക അല്ലെങ്കിൽ ഒരു ലൈനർ ഇടുക. ലൈനർ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർ ജസ്റ്റ് വളരെ കനം കുറച്ച്, അതായത് തിന്നായിട്ട് മാത്രം കണ്ണ് ലൈൻ ചെയ്യുക. ഇനിയും ജസ്റ്റ് ഒരു ഫ്രഷ് ലുക്ക് കിട്ടാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റ് കളർ ബ്ലഷ് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. അപ്പം ഏറ്റവും സൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ഓംബ്രേ ബ്ലഷാണ്. ഇത് ബ്ലഷ് കം ഹൈലൈറ്റർ ആണ്. അപ്പം നമുക്കൊരു നാച്ചുറൽ ഒരു ഗ്ലോ ആണ് ഇത് തരാം. ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഒരുപാട് ബ്ലഷ് ഇട്ടെന്നോ ഹൈലൈറ്റർ ഇട്ടെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. നമുക്കൊരു ലിപ്സ്റ്റിക് ഇടാം. ഓഫീസിലേക്ക് പോകുമ്പം നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഓഫീസിൻ്റെ ഒരു എൻവയൺമെൻറ്റ് എങ്ങനത്തെയാണെന്നുള്ളത്. ആ എൻവയൺമെൻറ്റിന് അനുസരിച്ചിട്ട് വേണം നമ്മളെപ്പോഴും നമ്മുടെ മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പം എപ്പോഴും ഓഫീസ് വെയറിന് ന്യൂഡ് ലിപ്സ്റ്റിക്, ന്യൂഡ് ഏത് ഫാമിലിയിലെ ആയിക്കോട്ടെ, പിങ്ക് ന്യൂഡ്സ്, ബ്രൗൺ ന്യൂഡ്സ് അല്ലെങ്കിൽ മോവി ന്യൂഡ്സ്, ഓറഞ്ച് ന്യൂഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ എന്ത് ഒരു ഫാമിലിയിൽ ന്യൂഡാണെങ്കിലും നിങ്ങൾക്ക് ഇടാം. അത് അല്ലെങ്കിൽ നിങ്ങളൊരു പിങ്ക് ഷെയ്ഡ് എടുക്കുക. പിങ്ക് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പിങ്ക് അല്ല, നല്ല പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് വേണം നിങ്ങൾ ഇടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നൈക്കയുടെ ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് നൈക്കയുടെ ഒരു മാറ്റ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൽ എൻ്റെ ഷെയ്ഡ് 11 നോട്ടി ന്യൂഡാണ്. നല്ലൊരു പിങ്ക് ന്യൂഡാണിത്. ഫൈനൽ ഔട്ട്ലുക്ക് സൈഡ് പാർട്ടീഷൻ ചെയ്തിട്ട് നല്ല സ്ലീക്ക് ആയിട്ടൊരു സൈഡ് പോണിറ്റെയിലാണ് ഞാൻ ഹെയർ സ്റ്റൈലായിട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ജസ്റ്റ് ഒരു ചെറിയൊരു ഇയറിങ്സും കൂടി ഇട്ടിട്ടുണ്ട്, ബ്ലാക്ക് കളർ. ആൻഡ് ഈ ഡ്രസ്സ് ഇതൊരു ഷർട്ട് ടൈപ്പ് കുർത്തയാണ് കേട്ടോ, ലോങ് കുർത്തയാണ്. ഇത് ഞാൻ എൻ്റെ മിന്ത്ര ഹാളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ കണ്ടില്ലേ, വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര ഈസി ആയിട്ടും എലിഗൻ്റ് ആയിട്ടും ക്ലാസി ആയിട്ടും നമുക്ക് ഓഫീസിലേക്ക് റെഡി ആവാന്നുള്ളത്. ശരിക്കും ഒരു ഓഫീസ് വെയർ ലുക്കാണ് ഞാനിന്ന് കാണിച്ചേക്കുന്നത്. ത്രൂ ഔട്ട് ദ വീഡിയോ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ആർഭാടമായിട്ട് നമ്മൾ പോകരുത്. നമ്മൾ ഓഫീസ് എന്നൊക്കെ പറയുമ്പം അവിടുത്തെ എൻവയൺമെൻറ്റ് വേറെ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ തന്നെയാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഭയങ്കര ഓവർ ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടോ പോകരുത്. മിനിമൽ ആയിരിക്കുമ്പോഴാണ് നല്ല ക്ലാസി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ആസ് വെൽ ആസ് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആൻഡ് ഈ ഒരു ഓഫീസ് ലുക്ക് നിങ്ങൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടൈം കുറവുള്ളവർക്ക് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.